ഇതൊരു രാഷ്ട്രീയ കാര്യമായിട്ടൊന്നുമല്ല ഞങ്ങൾ കണക്കാക്കുന്നത്. ഇവിടെ ഡോക്ടർ ജയരാജ് 2-3 പ്രാവശ്യം കൊണ്ട് പറഞ്ഞു കേരള മോഡൽ. എന്താണ് ഈ വനസംരക്ഷണത്തിന് അല്ലെങ്കിൽ ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കേരള മോഡൽ, ബദൽ മോഡൽ? ഒരു മോഡലുമില്ല. കഴിഞ്ഞ 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഇത്രയധികം ആളുകൾ ഈ മൃഗങ്ങളെ ആക്രമിച്ച് കൊന്നിട്ട് യാതൊരു മോഡലുമില്ല, ചർച്ചയുമില്ല, ഇതിനെക്കുറിച്ചൊന്നുമില്ല. ഇപ്പോൾ അതിൻ്റെ ഇത്രയും രൂക്ഷമായ പ്രശ്നം നിൽക്കുമ്പോഴാണ് ഇവിടെ അടുത്തൊരു നിയമം കൊണ്ടുവരാൻ പോകുന്നത്, പുതിയ വന നിയമം കൊണ്ടുവരാൻ പോകുന്നത്. എന്തിനു വേണ്ടിയാണ്? ആ നിയമം ഇപ്പോൾ പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇവരൊക്കെ സമരാഭാസം എന്ന് പറയുന്നത് എത്ര ലജ്ജാകരമാണ്. ഇവിടെ ഒരു മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ അവരുടെ ബന്ധുക്കൾ, അവിടെയുള്ള ജനങ്ങൾ, അവിടെ ജീവിക്കുന്ന മനുഷ്യർ അവർ പ്രതിഷേധിച്ചാൽ അതിനെ സമരാഭാസം എന്ന് പറയുമ്പോൾ അതിന് ഞങ്ങൾ പിന്തുണ കൊടുത്താൽ അതിനെ എങ്ങനെയാണ് സമരാഭാസം എന്ന് പറയുന്നത്? ഇവിടെ ഒരു വന നിയമം കൊണ്ടുവന്നപ്പോൾ ആ വന നിയമം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് കർഷക വിരുദ്ധമാണ്, ആദിവാസി വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് പിൻവലിച്ചത്? ആ നിയമം ജനവിരുദ്ധമായതുകൊണ്ടാണ്. അങ്ങനെയുള്ള സമരം നടത്തുമ്പോൾ അല്ലെങ്കിൽ UDF സമരം നടത്തുമ്പോൾ, കർഷകരെ സംരക്ഷിക്കാൻ സമരം നടത്തുമ്പോൾ, മലയോര മേഖലയിലെ കർഷകരെ സംരക്ഷിക്കാൻ സമരം നടത്തുമ്പോൾ അതിനൊരിക്കലും സമരാഭാസം എന്ന് പറഞ്ഞ് അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ്.